ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. നൈസായിട്ട് പുറകിന്ന് ഒരു തൊഴി കൊടുത്താലോ അപ്പൊ അറിയാം ജോക്കർ ആണോ ന്യൂട്ടൺ ആണോ ജാക്സൺ ആണോ എന്നൊക്കെ. ലാ 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 ലാ. അല്ല, എന്താ ഇവിടെ ഇറങ്ങിയത്? വല്ല പ്രശ്നമുണ്ടോ? മുൻകൂട്ടി അറിയിച്ചില്ലല്ലോ. ഇനി ചന്ദ്രനാണെന്നും കരുതി തെറ്റുപറ്റി ഇങ്ങോട്ടെങ്ങാനും ഇറങ്ങിയതാണോ? എന്റെ ഡോഗി സെൻസ് പറയുന്നത് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാണ്. ഹലോ സാറുമാരെ, അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം മിസ്റ്റർ ചഡ്ഡ. ഞാൻ ഈ ഫുർസത് ഗഞ്ചിലെ. എന്റെ അമ്മേ, ഇത് ഏലിയൻസ് ആണല്ലോ. ജീവൻ വേണേൽ ഓടിക്കോ. താനെന്തിനാ എന്നെ പിടിച്ചത്? എന്നെ വിട്. ആ ഏലിയൻസിന് മനുഷ്യന്മാരെ വേണ്ടത്, അല്ലാതെ കഴുതിയോ അല്ല. എന്നെ വിടാൻ. എന്നെ രക്ഷിക്കേ. രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും വായോ. പോലീസ് രക്ഷിക്കണേ. രക്ഷിക്കണേ. എന്നെ മരിച്ചോണ്ട് പോകുന്നത്. ഓടിക്കോ ചുൾബുൾ, വേഗം ഇവിടുന്ന് ഓടിക്കോ. താനെന്തിനാണോ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇറങ്ങ്. താങ്ക് യു ചുൾബുൾ. ആദ്യമായിട്ടാ നീ തൊഴിച്ചിട്ട് എനിക്ക് ഗുണമുണ്ടാകുന്നത്. ആ മിസ്റ്റർ ചണ്ടയുടെ കാല് വലയിൽ നിന്ന് ഊരി വന്നില്ലായിരുന്നെങ്കിൽ ആ ഏലിയൻസ് എന്നെയും കൊണ്ടുപോയനെ. മുകളിലുള്ളവൻ കാത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ രാത്രി ഒരു ഏലിയൻ ഷിപ്പ് വന്ന് ഫുർസത് ഗഞ്ചിലെ ചില ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ചഡ്ഡയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യം ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടുകയും ഏലിയൻസിനെ ഇവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഫുർസത് ഗഞ്ചിനെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയേനെ. മിസ്റ്റർ ചഡ്ഡ ഇവിടുന്ന് ഏലിയൻസിനെ ഓടിച്ചെന്നോ? മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ പറയൂ, ഇന്നലെ രാത്രി എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് കണ്ടു. ഞാൻ നോക്കുമ്പോൾ അവരൊരു വല വിരിച്ച് ചില ആളുകളെയൊക്കെ കുടുക്കി വലിച്ചഴച്ച് സ്പേസ് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്റെ വീടിനടുത്തുള്ള ഒരു കഴുത വരെ ആ വലയിൽ കുടുങ്ങിയായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടൻ തന്നെ ഞാൻ കുംഫു, കരാട്ടെ, കളരിപ്പയറ്റ്, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ആ ഏലിയൻസിനെയൊക്കെ പിടിച്ച് ഒരുപാട് തല്ലി ചതച്ചു. ഒടുവിൽ അവരെന്റെ കാലേല് വീണ് മാപ്പൊക്കെ ചോദിച്ചു. അയ്യോ സാറേ, ഞങ്ങളെയൊക്കെ വിട്ടേക്കൂ, ഞങ്ങൾ എല്ലാവരെയും തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചു. അവര് നേരെ സ്പേസ് ഷിപ്പിലേക്ക് പോയി ആദ്യം ആ കഴുതിയെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് ഉടൻ തന്നെ ബാക്കി ആൾക്കാരുമായി സ്പേസ് ഷിപ്പും കൊണ്ട് മുങ്ങി. എനിക്കവരെ രക്ഷിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ എന്റെ കൺമുമ്പിലാ ഏലിയൻസ് മനുഷ്യന്മാരെ കൊണ്ടുപോയത്. ഇനി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. ഇയാളെല്ലാവരെയും പറഞ്ഞു പറ്റിക്കുക. എന്തൊക്കെ കള്ളങ്ങളാ ചാനലിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ വിളമ്പുന്നത്. ഇപ്പൊ തന്നെ പോയി കാലുമടക്കി ഒരു തൊഴി കൊടുക്കണം. അവിടെ കിടന്ന് പിള്ളേരെ പോലെ കരഞ്ഞോണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലക്കുകയായിരുന്നു. എന്നിട്ട് TV കയറിയിരുന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൂപ്പ അവരിനിയും പിന്നെ ഇങ്ങോട്ട് വരുമോ? ആർക്കറിയാം. ഞാൻ എന്റെ റഡാറുകൾ മുഴുവനും ഓണാക്കിയിട്ടുണ്ട്. ഇനി അവരെങ്ങാനും ഭൂമിയുടെ എയർ സ്പേസിൽ പ്രവേശിച്ചാൽ എനിക്കത് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. വരൂ, നമുക്ക് പുറത്തു പോകാം. പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നോക്കാം. വരൂ വരൂ, എനിക്ക് ആ ചണ്ടയ്ക്ക് കാലുമടക്കി തൊഴി കൊടുക്കണം. അതെ മിസ്റ്റർ ചഡ്ഡ, താങ്ക് യു. അതെ ചഡ്ഡ സാറേ, നിങ്ങൾ ഇത്ര ധൈര്യശാലിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഏലിയൻസിനോടൊക്കെ ഏറ്റുമുട്ടണമെങ്കിൽ നല്ല ധൈര്യം തന്നെ വേണം. നിങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെ എന്റെ കടമയല്ലേ. 3 cheers for Mr. Chadda. Hip hip hooray! 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 എല്ലാ റഡാറുകളും ഓണാണ്. ഇന്ന് ആ ഏലിയൻസ് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്?
ഏലിയൻ ഷിപ്പ് എത്തിക്കഴിഞ്ഞല്ലോ. മാത്രമല്ല അവർ ഫുർസത് ഗഞ്ചിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവര് ഭൂമിയുടെ എയർ സ്പേസിനകത്ത് കയറുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വിവരം കിട്ടേണ്ടതല്ലേ അപ്പൂപ്പ? വീർ, നീ പോയി ചെക്ക് ചെയ്യൂ. മിനാറിന്റെ അടുത്ത് എവിടെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. വേഗം ചെല്ലൂ. അതെ മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും പേടിയില്ല. പേടിക്കണ്ടെന്നേ. ഇനി ഒരിക്കലും ആ ഏലിയൻസ് ഇങ്ങോട്ടേക്കൊന്നും വരില്ല. അവർക്കറിയാം ഈ ഫുർസത് ഗഞ്ചിൽ ചഡ്ഡയുണ്ടെന്നുള്ള കാര്യം. ഇവരിത് പിന്നെയും വന്നല്ലോ. ഓടിക്കോ! അയ്യോ മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ ഇത് എങ്ങോട്ടായി പോകുന്നത്? ഇന്നലത്തെ പോലെ ഇവരിവിടുന്ന് വേഗം തല്ലി ഓടിക്ക്. അതേന്നേ, നിങ്ങൾ എന്തിനാ ഓടുന്നത്? അല്ല, നിങ്ങൾക്കിത് അറിയില്ലേ? ഇവരൊക്കെ ഭയങ്കര അപകടകാരികളാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഏറ്റുമുട്ടിയേനെ. പക്ഷെ ഇപ്പൊ ഏറ്റുമുട്ടിയാലേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇംലി, നമുക്ക് ഇവിടുന്ന് ഓടാം. പെട്ടെന്ന് വാ. ഞാൻ പോയി വീടിനെ വിളിച്ചോണ്ട് വരാം. രക്ഷിക്കണേ! 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 ആരെങ്കിലും രക്ഷിക്കണേ! രക്ഷിക്കണേ! അമ്മേ! അച്ഛാ! രക്ഷിക്കണേ! രക്ഷിക്കണേ! ആരെങ്കിലും ഓടി വരൂ. രക്ഷിക്കണേ! 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 അമ്മേ, അച്ഛനെ ഒന്ന് രക്ഷിക്കേ പ്ലീസ്. സ്റ്റോപ്പ്! അവിടെ നിൽക്കേ. നിൽക്കാൻ. വീർ! Wing suit on. ഇംലി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിന്റെ അമ്മയും അച്ഛനെയും ബാക്കി എല്ലാവരെയും നമുക്ക് രക്ഷിക്കാം. അപ്പൂപ്പ, ഞാൻ എല്ലാ സ്ഥലത്തും അവരെ തപ്പി നടക്കാം. ഓക്കെ വീർ, സൂക്ഷിച്ചു പോകണേ. ഞാനിപ്പോൾ എന്റെ ലാബിലേക്ക് പോവുകയാണ്. വരൂ എംലി. അപ്പൂപ്പ, ഞാനും വീറിനൊപ്പം പോവാം. ഓക്കെ എംലി. എന്റെ അമ്മയും അച്ഛനെ എനിക്ക് കാണാൻ പറ്റുമോ? ഉറപ്പായും കാണാൻ പറ്റും. വീർ, അവർ വീണ്ടും ലാൻഡ് ചെയ്യുകയാണ്. ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കാം. രക്ഷിക്കണേ! 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 ദേ, അവിടെയുണ്ട്. അവരെങ്ങോട്ടാ പോകുന്നെന്ന് നമുക്ക് അവരുടെ പുറകെ പോയി നോക്കാം. നീ അവിടെ പോയി ഒളിച്ചോ. ഇങ്ങോട്ടെങ്കും വരില്ലേ?
Fire suit on.